മലയാളി മസാലയുടെ ഈ ഒരു വേദിയിൽ ഒരുപാട് കലാകാരന്മാർ വന്നിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാവരും നമ്മൾ കണ്ട് ഒരുപാട് ആസ്വദിച്ചിട്ടുമുണ്ട്. സോ ഇത്തവണ ഒരു സൂപ്പർ ക്യൂട്ട് പെർഫോമൻസിനുള്ള സമയമായിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ആദം എംഎസ്. ഹലോ ഹലോ, ഹൗ ആർ യു? ഹൗ ആർ യു? ഓ, തിരിച്ച് ചോദിക്കാണ് എന്റെ ദൈവമേ. ഓക്കെ, ആദം എന്നാണോ പേര്? അതെ, അതെ. എവിടെ നിന്നാണ് വരുന്നത് ആദം? കായംകുളത്തുനിന്ന്. കായംകുളത്തുനിന്ന്. ഇതാരാ? എൻ്റെ ദാദിയാ. ഡാഡിയാണോ? ഡാഡിയുടെ പേരെന്താ? ഡാഡിയുടെ പേരെന്താണ്? ഷദി മെമ്മസ്. ഏതാണ്? ഷദി മെമ്മസ്. ആളെ കൊണ്ട് പറയിക്കില്ല, ആള് തന്നെ എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദം എത്രയിലാണ് പഠിക്കുന്നത്? ഇനി ആദം LKG ചേരാൻ LKG. ഓക്കെ ഓക്കെ, ശരി ശരി. ആദം, എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്നത്? മിമിക്രി. എന്താണ്? ഒരു മിമിക്രി. അത് പറയാനുള്ള പ്രായം പോലും ആയിട്ടില്ല പാവത്തിന്. ആദത്തിന് എത്ര വയസ്സാണ് ഇപ്പം? ആദത്തിന് 4 വയസ്സുണ്ട്. 4 വയസ്സ്. ഓക്കെ, ഈ മിമിക്രി നമ്മൾ ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ 4 വയസ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു കൈഡി തന്നെ നമ്മൾ കൊടുക്കണം. LKG-യിലാവുന്നുള്ളൂ. 4 വയസ്സുകാരനാണ് നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. ആദം റെഡിയാണോ? റെഡി? അതെ. അതെ, ഓക്കെ. ഭയങ്കര എനർജിയാണ്. വെരി ഗുഡ്. ആദം, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ട്രെയിനോ? ഒരു ട്രെയിൻ. അതെ, ഒരു ട്രെയിനിന്റെ ശബ്ദം. ട്രെയിനിന്റെ ട്രെയിൻ ഓടി ശബ്ദം. പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ. ഓക്കെ. ദോ ബോയ് റൈ. ട്രെയിനിങ് പോയി. ഓക്കെ, ട്രെയിൻ ഞങ്ങൾ പോയി കണ്ടു. ഇനി എന്താണുള്ളത്? ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ. ഈ ട്രെയിനെന്നും ഹെലികോപ്റ്ററെന്നും പറയാൻ പോലും പറ്റാത്ത ആളാണ് കേട്ടോ. ഇത്രയും നന്നായിട്ട് ചെയ്യുന്നല്ലേ. ഇനി ഇനി എന്താണ് ഈ ഒരു ചെറിയ ശരീരത്തിൽ നിന്ന് ഞങ്ങൾ കാണാനുള്ളത്? അടുത്തത് ഒരു കാറാ. ഒരു കാർ ഇങ്ങനെ സ്പീഡിൽ വന്ന് ബ്രേക്ക് ഔട്ടുന്ന അത് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ ഓക്കെ. സഡൻ ബ്രേക്ക് ആയിരുന്നു. വെരി ഗുഡ് മോനു, വെരി ഗുഡ്. ഇനിയുണ്ടോ ട്രെയിൻ? ഇനി അടുത്തത് ആ പടക്കം പൊട്ടുന്നത് കാണിച്ചു കൊടുത്തേ. പടക്കല്ലേ, ഇതൊരു തൃശ്ശൂർ പൂരാണല്ലേ, തൃശ്ശൂർ പൂരം. ഇനിയുണ്ടോ ട്രെയിൻ, ഹെലികോപ്റ്റർ, കാർ, പടക്കം. ഇനി എന്നാ ഉള്ളത്? കതവ് തുറക്കുന്ന. കഥ തുറക്കുന്നത്. ഒരാൾ കതവ് തുറന്ന് നടന്നു പോകുന്ന. നടക്കുന്ന ശബ്ദം. അടുത്ത ചേച്ചു ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സൗണ്ട്, ആ ബാൻഡ് മേളം ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഇതിനൊക്കെ പറയാനുണ്ടല്ലേ, നമുക്ക് സത്യം പറഞ്ഞ വാക്കുകളൊന്നും കിട്ടുന്നില്ല അല്ലേ. ഇത്ര ചെറിയ വലിയൊരു കലാകാരനൊക്കെ നമ്മൾ എന്താണ് പറയാ. ഇനി മോൻ ചെയ്യുന്നത് സൗണ്ട് തോമയുടെ പാട്ട്. ആ പാട്ടൊന്ന് ഇമിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിലും പണ്ടേ ഞാനൊരു വീരനാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിന്റെ കാട്. നമുക്ക് രണ്ടുപേരും കൂടെ മ്യൂസിക് ഒന്ന് ചെയ്താലോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് പോവാം. അച്ഛന്റെയും മകന്റെയും. ചേച്ചു നമുക്കൊന്ന് ചെയ്താലോ? മ്യൂസിക് ചെയ്താലോ? അപ്പൊ ചേച്ചു എന്താ നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പോണേ? ഓക്കെ അല്ലേ? up, up, up.
അമേസിങ് അമേസിങ്. അച്ഛനും മോനുണ്ടല്ലോ രണ്ടുപേരും എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കഴിവ് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ഈ അച്ഛൻ മോൻ ഡുവോയ്ക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. എന്ത് പറയുന്നു ഈ അച്ഛൻ മകൻ കോംബോ? എനിക്കൊന്നും പറയാനില്ല, ചെയ്യാനേ ഉള്ളൂ. സൂപ്പറാണ്. നമുക്ക് എന്തോ ഇതിനെന്താ നമ്മൾ പറയാനുള്ളത്? അതെ അതെ ഒരു ഉമ്മ കൊടുക്കുക, അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് ഇവന് ഇപ്പം പറഞ്ഞല്ലോ, എന്നാ ആ പാട്ട് പാടിയായിരുന്നല്ലോ, പണ്ടേ ഞാനൊരു വീരനാന്ന്. അത് നീ ഇപ്പോഴല്ല പറയണ്ടേ, ഒരു 20 വർഷം കഴിഞ്ഞിട്ട് നിനക്ക് ധൈര്യമായിട്ട് പറയാം പണ്ടേ ഞാനൊരു വീരനാന്ന്. അത്ര മാത്രമേ പറയാനുള്ളൂ മോനെ. അടിപൊളി, സൂപ്പർ. അടിപൊളി അടിപൊളി. ഓക്കെ ഉല്ലാസേടാ, അടുത്ത ആള് വരുന്നുണ്ട് ഉമ്മ ഒക്കെ. നമ്മുടെ മുത്താണ്, നമ്മുടെ മിമിക്രിക്കാരുടെ സ്വത്താണ്. ഏറ്റെടുത്ത് കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും അല്ലേ? ഒന്നും പറയാനില്ല, ഈ മനുഷ്യന്റെ ഭാഗ്യം. താങ്ക് യു. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്താണെങ്കിലും സൂൺ ഇനിയുള്ള നമ്മുടെ എപ്പിസോഡ്സിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രണ്ടുപേരുടെയും അതിഗംഭീരമായ പെർഫോമൻസ് ഒക്കെ. ഓക്കെ, ആദ്യം റെഡിയാണോ ഇനി അടുത്തായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വരാൻ? ഓക്കെ. ഓക്കെയാണ്, എന്ത് പറഞ്ഞാലും ആള് ഓക്കെയാണ്, റെഡി ഓക്കെയാണ്. സൂപ്പർ ഉണ്ട് ചേട്ടി, വെരി ഗുഡ്. അപ്പൊ എന്താണെങ്കിലും കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ. താങ്ക് യു. ഓക്കെയോ? ഓക്കെ, ഓക്കെ. വെരി ഗുഡ്.